മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന അരിയാണ്. അത് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് അതിൽ വെള്ളം ഒന്ന് വാർത്ത് വെക്കാം. ഇനി അരി എടുത്തതിന്റെ 5 ഇരട്ടി വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചോറ് ഒരു 90% ഒക്കെ ഒന്ന് കുക്കായി വന്നാൽ മതി കേട്ടോ. അതിനുശേഷം ഇത് ഊറ്റി വെക്കാം. ഇനി ഒരു 8-10 അല്ലി വെളുത്തുള്ളി കല്ലിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു റൈസിന് ഗാർലിക്കിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ മുന്നിൽ നിൽക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ മിസ്റ്റർ ഗോൾഡിന്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജാസ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര്, മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മസാല റൈസിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ഗാർലിക് റൈസ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.